ഓണലഹരിയിലാണ് തലസ്ഥാന നഗരം. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ആകെ ദീപാലങ്കാരത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. വൈകിട്ട് കനകക്കുന്നിൽ മന്ത്രി കെ മുരളീധരനാണ് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചത്. നാളെയാണ് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. തിരുവനന്തപുരത്തെ KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ അഷിൻ ഡിയാഗോയുണ്ട്. ആ ദൃശ്യങ്ങൾ അഷിൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അഷിൻ, വർണ്ണം നിറഞ്ഞു നിൽക്കുകയാണ് തലസ്ഥാന നഗരി. എന്താണ് രാത്രിയിൽ തലസ്ഥാന നഗരിയിൽ സർക്കാരോളത്തിന്റെ ഫീൽ എന്താണ്? അരുൺ, ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ ഈ ലൈറ്റ് കാണാൻ ഏറ്റവും പറ്റിയ സ്പോട്ടിലാണ് ഞാനുള്ളത്. KSRTC ബസ്സിന് മുകളിലാണ് ഞാനുള്ളത്. നമ്മുടെ ഓപ്പൺ ഡെക്കർ ബസ്സിലാണ്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്, തിരുവനന്തപുരത്തിന്റെ സായാഹ്ന കാഴ്ചകളൊക്കെ കണ്ട് യാത്രക്കാരൊക്കെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് വൈകുന്നേരമാണ് ഈ ലൈറ്റ് ഷോ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് KSRTC ബസ്സിന് മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട്. സാധാരണഗതിയിൽ നമുക്ക് റോഡിലൊക്കെ നിന്ന് നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ലൈറ്റിന്റെ ഭംഗിയൊക്കെ കാണാൻ കഴിയുക. പക്ഷേ KSRTC ബസ്സിൽ കാറ്റൊക്കെ കൊണ്ട്, ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് പ്രിയപ്പെട്ടവർക്കൊപ്പം സംസാരിച്ചൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. ഇവിടെ കുട്ടികളടക്കം വലിയ എനർജിയിലാണ്. നമുക്കൊപ്പം ഒരു കുട്ടി വ്ളോഗർ ഉണ്ട്. നേരത്തെ മുതൽ തന്നെ അർജുൻ സാറിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റ് ഒക്കെ? സ്ഥലം എവിടെയാ മോളുടെ? ദുബായ്. ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം വന്നാണോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ? എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ചേച്ചി നമ്മുടെ? നല്ല എക്സ്പീരിയൻസ്. പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പൊ തിരിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ബസ്സിലേക്ക് ഇരുന്ന് പോകുമ്പോ അതിന്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ? അതെ, തീർച്ചയായും എൻജോയബിൾ ആണ്. അതെ അതെ, അടിപൊളിയാണ്. ഇല്ല ഇല്ല, ഫസ്റ്റ് ടൈം. നിങ്ങൾ ഇന്ന് നഗരക്കാഴ്ച ബസ് തന്നെ തെരഞ്ഞെടുത്ത് ലൈറ്റ് ഒക്കെ കാണാൻ കരുതി? അതെ അതെ അതെ, വെക്കേഷൻ. അതെ അതെ. ഓണത്തിന് എന്താ പ്രത്യേകത? എന്താ? സദ്യ കഴിക്കാൻ. അരുൺ, നമുക്ക് ആ ലൈറ്റുകളൊക്കെ കാണാം. ഞാനിപ്പോ കെൽട്രോണിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളയമ്പലി ജംഗ്ഷനാണ്. വെള്ളയമ്പലി ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കെൽട്രോണിന്റെ ഭാഗത്തെ ലൈറ്റിംഗ് ആണ് ഈ ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നിലായി നമുക്ക് കാണാൻ കഴിയും ദീപങ്ങളുടെ ഒരു വലിയ അലങ്കാരം തന്നെയാണ്. കണ്ണുകൾ അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറയുന്ന ഒരു സമയമാണല്ലോ ഓണക്കാലം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഘോഷയാത്രയൊക്കെയാണ്. അതിന്റെ ഭാഗമായി തന്നെ KSRTC ബസ്സിലൊക്കെ കയറി കാണുമ്പോൾ അതിന്റെ ഒരു ഉഷാർ, അത് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ? സൂപ്പറാണ് കേട്ടോ, കൊള്ളാം. ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. മോളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി. കൊള്ളാന്ന് പറയാം, ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. നേരത്തെ ഈ ബസ്സിന് മുകളിൽ നിന്നിട്ട് ഈ ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടോ? അല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇത്ര പ്രതീക്ഷിച്ചില്ല. കൊള്ളാം, അടിപൊളിയാണ്. ലൈറ്റ് ഒക്കെ തൊട്ടടുത്ത് കാണാം. സൂപ്പറാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അരുണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് റോഡിൽ നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ബസ് വളവ് തിരിഞ്ഞ് നേരെ രാജ്ഭവന് മുന്നിലേക്കാണ് എത്തിയിട്ടുള്ളത്. മുഴുവൻ ലൈറ്റുകളും ഓണാക്കിയിട്ടില്ല. അവിടെ എവിടെയൊക്കെ ഇനിയും കുറച്ച് ലൈറ്റുകൾ ബാക്കിയുണ്ട്. ചിലയിടത്തൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തായാലും രാജ്ഭവനിലേക്ക് എത്തുകയാണ്. നാളെയാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. പക്ഷേ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തലസ്ഥാന നഗരിയിലെ സർക്കാരോണത്തിന്റെ കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി പോകുമ്പോൾ ആ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഒരു മനോഹാരിത അല്ലേ, സൂപ്പറായിട്ടുണ്ട് സംഭവം. അപ്പോൾ നാളെയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. സർക്കാരോണം തിരുവനന്തപുരത്ത് ഇക്കുറിയും പൊടി പൊടിക്കും.